ഭൂമിയിൽ ഒരു സ്വീകാര്യത ആ മഹൽ വ്യക്തിക്ക് ഉണ്ടാകും. എല്ലാവരുടെയും മനസ്സിൽ ആ മഹാനായ വ്യക്തിയോടുള്ളതായിരിക്കുന്ന മഹബത്ത്, ഒരു സ്നേഹം, ബഹുമാനം അല്ലാഹു ഇട്ടുകൊടുക്കും. ഇതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവറുകളെ സ്നേഹിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തിൽ നിന്നും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ വരുന്നു. എന്തുകൊണ്ട്? എല്ലാവരുടെയും മനസ്സിൽ അല്ലാഹു തആല അവരുള്ള മഹബത്തിനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സിൽ ആ മഹാനായ വലിയുള്ളാഹിയുടെ മഹബത്ത്, സ്നേഹം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്നേഹം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹൽ വ്യക്തിയെ പറ്റി പറയുന്നു. ആ മനുഷ്യന്റെ, ആ മഹൽ വ്യക്തിയുടെ കാല് ഞാനാകും, കണ്ണ് ഞാനാകും, കാല് ഞാനാകും. ആ മനുഷ്യന്റെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സി ഹദീസിൽ പറയുകയാണ്. ആ മനുഷ്യന്റെ കണ്ണുകൾക്ക് പ്രത്യേകമായിരിക്കുന്ന ശക്തി ഉണ്ടാകും, ആ മനുഷ്യന്റെ കാതുകൾക്ക് പ്രത്യേകമായ ശക്തി, അങ്ങനെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകമായിരിക്കുന്ന ശക്തി ഉണ്ടാകും. ആ മനുഷ്യന്റെ കണ്ണിലേക്ക് സാധാരണ ഉള്ളതായിരിക്കുന്ന കണ്ണുകൾക്കുള്ള കഴിവല്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ കൽബ് നോക്കി സംസാരിക്കാൻ, വെറും കണ്ണ് നോക്കി, മുഖം നോക്കി മാത്രമല്ല, ആ കൽബിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ ആ വലിയനിക്ക് സാധിക്കും. ഒരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഖദറുൽ മൗസിലിയുടെ അവസരത്തിൽ പറയുകയാണ്. ഖദീർ എന്നാണ് ഇപ്പോൾ പിന്നെ മൗസിലി എന്നായതാണ്, ഖദീറുൽ മൗസിലി ആയതാണ്. അതിന്റെ കാരണം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങള് ആ ഖദീർ എന്ന് പറയുന്ന ആ ശിഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ആ ഖദീർ ഇദ്ഹബ് ഇലൽ മൗസിൽ, നിങ്ങളുടെ മൗസിലിലേക്ക് പോകണം. മൗസിലിലേക്ക് പോകണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫഫീ ലഹരിക ദുർരിയത്തുൻ തൽഹറു ബിഹാ, നിങ്ങൾക്കുള്ള മുതുകിൽ കുറെ സന്താനങ്ങളുണ്ട്. ആ സന്താനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, അവരെ പ്രസവിക്കപ്പെടുന്നത് മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അതുകൊണ്ട് മൗസിലേക്ക് നിങ്ങൾ പോകണം. സന്താനങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുമ്പാണ് സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കിയും കൊണ്ട്, കൽബിലേക്ക് നോക്കിയും കൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ശിഷ്യരോട് പറയുന്നു, കുറെ മക്കളുണ്ട്. ആ മക്കൾ പ്രത്യക്ഷപ്പെടുന്നത്, പ്രസവിക്കപ്പെടുന്നത് മൗസിൽ എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അതിൽ നിന്ന് ആദ്യത്തെ കുട്ടി ആണാണ്, മുഹമ്മദ്. ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ആ കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ബഗ്ദാദിലുള്ള കുട്ടനായിരിക്കുന്ന ഒരാളാണ്, പണ്ഡിതനാണ്. എല്ലാം നോക്കി കടലാസ് വായിക്കും പോലെ, കടലാസിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ വായിക്കും പോലെ അറിവ് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ശിഷ്യരോട് പറയുന്നു, നിങ്ങൾക്കുള്ള കൽബില്, നിങ്ങൾക്കുള്ള മുതുകില് കുറെ മക്കളുണ്ട്. ഒന്നാമത്തെ കുട്ടി മുഹമ്മദ്